ഹായ് ഓൾ. ഞാനിവിടെ അട്ടപ്പാടിയിലുള്ള ഒരു മലയുടെ മുകളിലാണ്. അവിടെയുള്ളൊരു റിസോർട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇന്നലെയാണ് ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ വൈകിട്ട് രാത്രി ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം കിച്ചണിലൊക്കെ കയറി. അവിടെ എനിക്കൊരു അനുഭവപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്നൊരു കംഫോർട്ട് ഉണ്ടല്ലോ, അവിടെയുള്ള എന്താ പറയുക, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ചേർന്ന് നിന്നിരിക്കുവാണ്. അപ്പോൾ അവിടുന്ന് മാറിയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് ചേരാനൊരു സ്റ്റാർട്ടിങ് ട്രബിള്. അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലം, പരിചയമില്ലാത്ത കുറേ സാധനങ്ങൾ, അത് എവിടെയാണ്, അത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളിലൊക്കെ ഒരു 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 എന്താ പറയുക, എന്തോ ഒരു തടസ്സം അവിടെ എനിക്ക് നേരിട്ടു. അത് വേറൊന്നുമല്ല, പിന്നെ എനിക്ക് മനസ്സിലായി അത് നമ്മളെടുത്ത കുറച്ച് തീരുമാനങ്ങളാണ്. എൻ്റെ വീട്, എൻ്റെ സാധനങ്ങൾ, അത് നമ്മൾ കൈകാര്യം ചെയ്ത് വന്നപ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അത് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമുക്ക് തികച്ചും അപരിചിതമായ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് അതുമായിട്ട് ചേരാനുള്ളൊരു ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേങ്കിൽ ആ ഒരു തീരുമാനം നമ്മൾ മാറ്റിവെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മാറ്റിവെച്ച് അതിൽ എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ഇവിടെ വന്ന് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. വേണമെങ്കിൽ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട്, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബോഡി എന്ന് പറയുന്നൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബോഡിയാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ അത് കുറച്ചും കൂടി വേസ്റ്റ് ആവുന്നൊരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ അതും പറഞ്ഞിട്ട് എനിക്കൊരു മൂലയ്ക്ക് ഇരിക്കും, അയ്യോ ഞാനിവിടെ വന്ന് ഇനിയിപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ട് എനിക്ക് മാറിയിരിക്കാം. പക്ഷേങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് നിന്ന് അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതുമായിട്ട് ചേർന്ന്, ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, നമ്മളിവിടുന്ന് പാട്ട് പാടി, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അവരുമായിട്ട് ചേർന്നത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് തരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഫ്രീ ആവും. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പാൻഷൻ കോൺട്രാക്ഷനൊക്കെ ചെയ്ത് നമ്മളുടെ ശരീരമായിട്ട് ചേർന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു തീരുമാനങ്ങളൊക്കെ മാറി നമുക്ക് പുതിയൊരു ആളായിട്ട് ഈ ഒരു ആക്ടിവിറ്റീസിൽ നമുക്ക് എൻഗേജ്ഡ് ആവാൻ കഴിയും. അത്രത്തോളം നമ്മളെ ബോഡി ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീട്, അല്ലെങ്കിൽ നമ്മളുടെ മുറി, നമ്മളുടെ വസ്തുക്കൾ, അതൊക്കെ പറഞ്ഞാൽ അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഒന്നും വെച്ച് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെ വെച്ച് കൊണ്ടുപോകരുത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ കൂടെയുള്ളത് അതൊക്കെയാണ്, ആ വ്യക്തികൾ, ആ സാഹചര്യങ്ങളൊക്കെയാണ്. അത് മാറുമ്പം നമ്മൾ അതുമായിട്ട് ചേർന്ന് പോകണം. അപ്പോഴാണ് ലൈഫിൽ നമുക്ക് നമ്മളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി, നമ്മളുടെ ഉള്ളിലുള്ള ഒരു പവർ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീക്കായി അത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ, അതുണ്ടായാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വീക്ക്നെസ്സാണ് അവിടെ എക്സ്പോസ് ചെയ്യുന്നത്. പകരം പവർഫുള്ളായിട്ട് നമ്മൾ എന്തുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ആ ഒരു പവറിനെ നമുക്ക് അറിയണം, നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഓക്കെ, ബൈ.